അതിശക്തമായ ഒരു മുന്നണിയാണ് ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. രേവന്ത് റെഡ്ഡി ആയാലും DK ശിവകുമാർ ആയാലും വിജയ് ആയാലും കേരളത്തിൽ VD സതീശനായാലും ഇവരെല്ലാം ഒരു പരിധിവരെ ചെറുപ്പക്കാരാണ് എന്നതാണ്. പ്രായത്തിൽ വളരെ പഴയ ആളുകളൊന്നുമല്ല, പുതിയ വീക്ഷണമുള്ള ആളുകളാണ്. അവരുടെ വീക്ഷണങ്ങളോട് നമുക്ക് വിയോജിക്കാം, യോജിക്കാം. ഇന്നലെ തമിഴ്നാട് നിയമസഭയിൽ വിജയ് നടത്തിയ പ്രസംഗം യഥാർത്ഥത്തിൽ ചിലരൊക്കെ അതിനെ കളിയാക്കി പറഞ്ഞു, സിനിമ സ്റ്റൈൽ പ്രസംഗമാണ്. അദ്ദേഹം ഇലക്ഷൻ പ്രചരണം നടത്തിയ സിനിമ സ്റ്റൈലാണ്, നമ്മൾ കേട്ടതല്ലേ. സിനിമ സ്റ്റൈൽ, നെർസിൽ സിനിമയിലും അതുപോലെ അദ്ദേഹത്തിന്റെ കുറെ സിനിമകളുണ്ടല്ലോ അത്തരത്തിൽ തന്റെ രാഷ്ട്രീയം പറയുന്ന സിനിമ. തമിഴ്നാട്ടിൽ രാഷ്ട്രീയം സിനിമ തമ്മിൽ വേർതിരിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയിന് അങ്ങനെ വരാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതിന് ഫലം വരുന്നതിന് മുമ്പ് ആരെങ്കിലും വിചാരിച്ചിരുന്നോ വിജയ് അധികാരത്തിലെത്തുമെന്ന്? DMK തിരിച്ച് അധികാരത്തിൽ വരും, ഇന്ത്യ മുന്നണി വരും എന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ DMKയുടെ ശക്തി ദുർഗങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ചെന്നൈ നഗരത്തിലെ ഇടത്തരക്കാരായ പാവപ്പെട്ടവരായ മനുഷ്യരുടെ ഇടയിലേക്ക് വിജയ് തരംഗമാഞ്ഞടിക്കുകയും അങ്ങനെ DMKക്ക് വലിയ ക്ഷീണം വരികയും DMK പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ വലിയൊരു പരാജയം DMKക്ക് നേരിട്ടു എന്നതുകൊണ്ട് ഞാൻ DMK അവസാനിച്ചു എന്നൊന്നും പറയുന്നില്ല. എന്തായാലും ഒളിഞ്ഞും തെളിഞ്ഞായാലും DMKയുടെ കൂടെയുള്ള കോൺഗ്രസ് ആദ്യം പോന്നു, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോന്നു, മുസ്ലിം ലീഗ് പോന്നു. അവരൊക്കെ ഇപ്പോൾ അതുപോലെ MDMKയുടെ ആളുകൾ കുറെ ആളുകൾ പോന്നു, മറ്റേ AIDMK എന്ന് തന്നെ ആളുകൾ പിറന്ന് വിജയന്റെ അടുത്തേക്ക് എത്തുന്നു. കാരണം വിജയ് അവിടെ ഒരു വലിയ ജനപിന്തുണയുണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സംഘടനാശേഷി വിജയനായിട്ടില്ല, ഭരണപരിചയം വിജയന് കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വിജയ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലായാലും പ്രവൃത്തിയിലായാലും, പ്രസംഗത്തിൽ മാത്രമല്ലല്ലോ, അദ്ദേഹം തൻ്റെ മന്ത്രിസഭയിൽ 8 ദളിതരെയാണ് മന്ത്രിമാരാക്കിയിട്ടുള്ളത്. ചെറിയ കാര്യമാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് ആർക്കെങ്കിലും ദളിതം ഉണ്ടാവും? ഇത് പറ്റുമോ? കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന ഏറ്റവും വിപ്ലവകാരികൾക്ക് പോലും ആലോചിക്കാൻ പറ്റില്ല. കേരളത്തിൽ ആലോചിക്കാൻ പറ്റും. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് 2024 ശേഷം ഒരു ദളിതൻ കേരളത്തിൽ മന്ത്രിസഭ ഉണ്ടായില്ല. ഒരു ആദിവാസി കെട്ടിച്ചുള്ളൂ, K രാധാകൃഷ്ണൻ പോയതിനു ശേഷം. അപ്പോൾ ഈ മന്ത്രിസഭയിൽ 2 പേരെങ്കിലും ഉണ്ട് തൽക്കാലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പ്രധാന പ്രശ്നം, ഒരു വലിയ മുദ്രാവാക്യം മുമ്പോട്ട് വയ്ക്കുന്നു. രാഷ്ട്രീയത്തിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ കാണേണ്ടത്. ഇതിനു മുമ്പുള്ള രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ ജെൻസിയുടെ കാര്യം പറയാം, ഒക്കെ ഉണ്ട്. ആ തലമുറയോട്, നാളിതുവരെ തുടർന്നു പോകുന്ന രാഷ്ട്രീയ നിലപാടുകളോട് ജനങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ അതിൻ്റെ ചില പ്രത്യേകതകൾ കണ്ടതാണ്. ഇപ്പൊ ജെൻസി എന്നോ പോക്കി എന്നൊക്കെ സതീശനെ വിളിക്കുമ്പോഴും കേരളത്തിലെ യൂത്തിൽ, പലരും നടത്തിയ സർവേ അത് പറഞ്ഞു, കേരളത്തിലെ യൂത്തിൽ നല്ലൊരു വിഭാഗം സതീശന് അനുകൂലമായി അല്ലെങ്കിൽ UDFന് അനുകൂലമായി നിന്നു. ആ അഡ്വാൻറ്റേജാണ് സതീശന് മുഖ്യമന്ത്രിയാവാൻ തന്നെ കിട്ടിയത്. ഇത് തന്നെയാണ് രേവന്ത് റെഡ്ഡിയുടെയും കാര്യം. രേവന്ത് റെഡ്ഡി വലിയ പരിചയമൊന്നുമില്ലാത്ത ആളാണ്, പക്ഷെ രേവന്ത് റെഡ്ഡി വന്നു. DK ശിവകുമാർ വളരെ പരിണിതപ്രജ്ഞനാണ്, ടാക്ടീഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് 2ാം ഘട്ടത്തിലാണ് വരാൻ കഴിഞ്ഞത്. വിജയാണെങ്കിൽ ഒരു പരിചയവുമില്ല, ഒന്നുമില്ല, നേരിട്ട് വന്നു. പക്ഷെ ഇവർ 4 പേരും യൂത്തിനെ അഭിസംബോധന ചെയ്യുന്നതിൽ, സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്നതിൽ നിർണായകമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പരമ്പരാഗത രാഷ്ട്രീയ ജാർഗണുകൾ ഉപേക്ഷിക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇടതുപക്ഷം വലതുപക്ഷം എന്നൊക്കെ പറയുന്ന ആ ജാർഗണൊന്നും അർത്ഥമില്ലാതായില്ല. ഇപ്പൊ കേരളത്തിൽ ആരാ ഇടതുപക്ഷം ആരാ വലതുപക്ഷം എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇപ്പൊ സ്വകാര്യവൽക്കരണത്തിനെതിരായി പിണറായി വിജയൻ ഇപ്പൊ ആഞ്ഞടിക്കുക. വിദേശത്ത് നിന്ന് മൂലധനം കൊണ്ടുവന്നാൽ പിന്നെ അയാൾ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്? 1 ലക്ഷം കോടിയുടെ മൂലധനം കേരളത്തിൽ കൊണ്ടുവരുന്നത് എവിടെ ആ മൂലധനം എവിടെയാ വരിക? സ്വകാര്യ മൂലധനല്ലേ, അല്ലാണ്ട് സർക്കാർ മൂലധനം ഒന്നും അല്ലല്ലോ. അത് സ്വകാര്യവൽക്കരണം തന്നെയാ. അത് കടലിന്റെയോ കായലിന്റെയോ ആകാശത്തിന്റെയോ ഒക്കെ സ്വകാര്യവൽക്കരണം. അപ്പോ ഇനി ഇപ്പൊ ലോകത്ത് തന്നെ പലതരത്തിലുള്ള ക്രൈസിസുകൾ. കാലാവസ്ഥ മാറ്റം പോലെയുള്ള ക്രൈസിസ്, കാലാവസ്ഥ മാറ്റം പോലെയുള്ള ക്രൈസിസിനെ നേരിടണമെങ്കിൽ പരമ്പരാഗത രാഷ്ട്രീയ ബോധ്യങ്ങൾക്ക് കഴിയില്ല. ഇതിലെനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് ഇവരുടെ ഇതിലുണ്ട്. രാഹുൽ ഗാന്ധി ഒരു ജനറേഷൻ കടന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇതിന്റെ പല നിലപാടുകളും നമ്മളത് കണ്ടതാണ്. ഒരുപക്ഷെ ഇപ്പൊ നമുക്ക് പരമ്പരാഗതമായ ആ നിലപാട് യോജിപ്പില്ല എന്ന് വരാം. പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും യൂത്തുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ വളരെ വലിയ മാറ്റം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
അവർ കമ്പയർ ചെയ്യുന്നത് പ്രധാനമന്ത്രി മോഡിയെ കൂടിയാണ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഒരു പോളറൈസേഷൻ ഇത്തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കാൻ ഒരു കാറ്റലിസ്റ്റായി, ഒരു രാസത്വരകമായി ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ ദക്ഷിണേന്ത്യ വളരെ വേറെ പലതരത്തിലുള്ള ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഡീലിമിറ്റേഷൻ വരികയാണ്, മണ്ഡല പുനർനിർണയം വരികയാണ് സെൻസസിന് ശേഷം. മണ്ഡല പുനർനിർണയം എന്ന് പറഞ്ഞാൽ BJP സർക്കാർ, കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ദക്ഷിണേന്ത്യയിൽ വളരെ കുറച്ച് സീറ്റ്, ഉത്തരേന്ത്യയിൽ എല്ലാ സീറ്റുകളും കൊണ്ടുപോവുക, ദക്ഷിണേന്ത്യ വേർപെട്ട് പോയാലും ഇന്ത്യ ഭരിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ചില സൂത്രപ്പണികളാണ്. അത് എത്രത്തോളം നടക്കും, എങ്ങനെ വരുന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അതിനൊക്കെ എതിരായി അതിശക്തമായി നിലപാടെടുക്കാൻ ഒരു സഖ്യം എന്ന രൂപത്തിൽ ഇപ്പൊ കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരാണ് ഈ 4 പേര്. 3 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ഒരാൾ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് കൂടി കക്ഷിയായ മന്ത്രിസഭയുമാണ്. ഇവർക്ക് ഒന്നിച്ചു നിന്ന് BJPയുടെ സംഘപരിവാരത്തിന്റെ അജണ്ടകളെ ചലഞ്ച് ചെയ്യാനും അത് തടഞ്ഞു നിർത്താനും കഴിയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു കാര്യമുണ്ട്. ഉത്തരേന്ത്യ മുഴുവൻ പൂർണ്ണമായും കോൺഗ്രസിനും ഇന്ദിരാഗാന്ധിക്കും നഷ്ടപ്പെട്ടു. ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും അടക്കമുള്ളവർ പരാജയപ്പെട്ടു. എന്നാൽ ദക്ഷിണേന്ത്യ, വിന്ധ്യന് തെക്ക് എന്ന് തന്നെ പറയാറുണ്ടെന്ന് തമാശയ്ക്ക്, വിന്ധ്യപർവ്വത നിരകൾക്ക് തെക്കോട്ടുള്ള ഭാഗത്ത് കോൺഗ്രസ് പിടിച്ചു നിന്നു. പിന്നെ കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കുന്നത്, അത്രയും വലിയ തോൽവി കോൺഗ്രസിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഉത്തരേന്ത്യയിൽ അത്രയും ദയനീയമായ തോൽവിയായിരുന്നു. ഒരു സീറ്റ് പോലും ഇല്ല പല സംസ്ഥാനങ്ങൾ, മിക്ക സംസ്ഥാനങ്ങളിൽ. ഹിന്ദി ബെൽറ്റിൽ ഒരു സീറ്റ് പോലും ഇല്ല. മധ്യപ്രദേശിലില്ല, ഉത്തർപ്രദേശിലില്ല, ബീഹാറിലില്ല, ഹരിയാനയിലില്ല, പഞ്ചാബിലില്ല, എവിടെയും ഉണ്ടായില്ല, ബംഗാളിലില്ല. കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടാതെ പോയി. ആ ഘട്ടത്തിൽ നിന്നും കോൺഗ്രസ് പുനരുജ്ജീവിപ്പിക്കുന്നത് ഇന്ദിരാഗാന്ധി ചിക്കമംഗലൂരും അതുപോലെ മേഡക്കിലും ഒക്കെ ഒന്ന് മത്സരിച്ച് തിരിച്ചു വന്നുകൊണ്ടാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായിരുന്നു. ആ മാറ്റത്തിന് ഒരു രാസത്വരകമാകാൻ ഇന്നലെ വ്യക്തമായി DMK മാത്രമല്ല, നാളിതുവരെ തുടർന്നു പോന്ന നിങ്ങളുടെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക ചിന്തകൾ കാലഹരണപ്പെട്ടിരിക്കുന്നു എന്ന് വിജയ് പറയുന്നത് ഈ 3 പേർക്കും ബാധകമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പുതിയൊരു വീക്ഷണത്തിൽ ഇന്ത്യയെ കാണാൻ ഈ യുവ മുഖ്യമന്ത്രിമാർക്ക് കഴിയട്ടെ. ആ സന്ദേശം ഉത്തരേന്ത്യയിലും വ്യത്യാസമുണ്ടാക്കും.